ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യെശയ്യാ 59:1. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം ഭവിച്ചിട്ടില്ല. സ്നേഹമുള്ളവരെ, വർഷങ്ങൾക്ക് മുമ്പ് എന്നെ തൊട്ട ഒരു തിരുവചനമാണിത്. എന്തോ കാര്യത്തിന് എൻ്റെ മനസ്സ് വിഷമിച്ചിരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരുന്നൊരു സമയത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഉൾവിളി ഉണ്ടായി, നീ പോയി വചനമെടുക്കുക എന്ന്. ഞാൻ പോയി ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയ വചനമാണ് സ്നേഹിതരെ, യെശയ്യാ 59:1. ആ തിരുവചനം ലഭിച്ചതിന് ശേഷം ഒരു ട്വിസ്റ്റ്, ഒരു എനർജി ഷിഫ്റ്റിംഗ് എൻ്റെ ജീവിതത്തിലുണ്ടായി എന്നുള്ളത് സത്യമാണ്. അതിൽ നിന്ന് വ്യക്തമായി ഞാനൊരു കാര്യം പഠിച്ചു. ഹൃദയം തകർന്ന് നാം തമ്പുരാനെ വിളിച്ചാൽ വചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുമെന്ന്. ആ വചനം ഒരു ഒരു ടേണിംഗ് പോയിൻ്റായിരുന്നു എൻ്റെ ജീവിതത്തിൽ. അതിനുശേഷം ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ് സത്യം. അന്ന് ചെറിയ പ്രായമായിരുന്നതുകൊണ്ട് അത്ര തിരിച്ചറിവുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പ്രാർത്ഥനാനുഭവത്തിലേക്കൊക്കെ വന്നപ്പോൾ അതൊരു ദൈവത്തിൻ്റെ ഇടപെടലായിരുന്നു എന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. സ്നേഹമുള്ളവരെ, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടാകുമ്പോൾ, എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ വരുന്ന സമയത്ത് നിങ്ങൾ ആദ്യമേ ബൈബിൾ തുറക്കുക. അതിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും. അതിനനുസരിച്ച് വേണം നമ്മുടെ തീരുമാനങ്ങൾ നമ്മൾ എടുക്കാൻ. അപ്പോൾ നമുക്ക് തെറ്റുപറ്റില്ല. ഇതെൻ്റെ ജീവിതത്തിൽ പഠിച്ച ഒരു പാഠമാണ്. എല്ലാവർക്കും ഈ വചനത്തിൻ്റെ അഭിഷേകം നിറയട്ടെ, നല്ലൊരു ബോധ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യെശയ്യാ 59:1. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം ഭവിച്ചിട്ടില്ല. സ്നേഹമുള്ളവരെ, വർഷങ്ങൾക്ക് മുമ്പ് എന്നെ തൊട്ട ഒരു തിരുവചനമാണിത്. എന്തോ കാര്യത്തിന് എൻ്റെ മനസ്സ് വിഷമിച്ചിരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരുന്നൊരു സമയത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഉൾവിളി ഉണ്ടായി, നീ പോയി വചനമെടുക്കുക എന്ന്. ഞാൻ പോയി